രാജ്മോഹൻ ഉണ്ണിത്താൻ തത്സമയം ചെയ്യുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അനിൽകുമാറിന്റെ മറുപടി, ധാർമ്മികത അത്രയധികം കോൺഗ്രസ് പറയേണ്ട എന്നാണ് അനിൽകുമാറിന്റെ പ്രതികരണം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, പീതാംബരൻ്റെ കയ്യോ കാലോ അടിച്ചൊടിച്ചു. പീതാംബരൻ്റെ കയ്യോ കാലോ അടിച്ചു കൊടുത്തതിന് ഈ രണ്ടുപേരെ അതിനിഷ്ഠൂരമായി കൊലപാതകം നടത്താൻ 24 പേരുടെ സഹായം വേണമല്ലോ. ഈ രണ്ടുപേരാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ശരത്ലാലും കൃപേഷും, 2 ചെറുപ്പക്കാർ പിള്ളേർ, ആ 2 പേരുടെ കയ്യും കാലും അടിച്ചു കൊടുക്കാൻ 24 പേര് കേസിൽ പ്രതിയാവണ്ടല്ലോ. 14 പേർക്ക് ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ രണ്ടോ മൂന്നോ ആളുകൾ ചേർന്ന് തല്ലി ഒടിച്ചതിന് പകരം ചെയ്താൽ പോരെ? ഇവിടിപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഞങ്ങളുടെ പോലീസല്ലേ പീതാംബരനെ അറസ്റ്റ് ചെയ്ത്? അതെ, കുറ്റകൃത്യമുണ്ടായാൽ പോലീസുകാരാണ് കുറ്റകൃത്യം തെളിയിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അനിൽകുമാർ മനസ്സിലാക്കണം, നിങ്ങളുടെ XMLA ഉണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് മെമ്പർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തെയൊക്കെ അറസ്റ്റ് ചെയ്തതും പ്രതിയാക്കിയതും CBI ആണ് അനിൽകുമാറെ, അല്ലാതെ നിങ്ങളുടെ പോലീസല്ല. CBI ആണ് അവരെ പ്രതിയാക്കിയത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന KV കുഞ്ഞിരാമൻ XMLA, സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ പ്രതിസ്ഥാനത്തെത്തിയതും അവരെ അറസ്റ്റ് ചെയ്തതും നിങ്ങളുടെ പോലീസല്ല, അത് CBI ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കേരള ഗവൺമെൻറ് ചാർജ് ചെയ്ത കേസിൽ എത്ര പ്രതികളാണ്? പിന്നെയും നിങ്ങൾ പറയുന്നു, ഞാൻ വളരെ അടിവരയിട്ട് പറയാം, നിങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും ഒരു കൊലക്കേസിൽ പ്രതിയായാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അവർക്ക് നിയമസഹായം കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണമായ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഒരു ഗവൺമെൻറ് എന്താണ് താല്പര്യം? മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനാണല്ലോ സംസ്ഥാനം ഒരു ഗവൺമെൻറ് ഭരിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ജീവൻ എടുത്ത ക്രിമിനൽ കേസിലെ ഇത്രയധികം പ്രതികളെ രക്ഷിക്കാൻ എന്തിനാണ് ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് ഈ കേസ് വാദിച്ചത്? ഇവിടെ നമുക്ക് അഡ്വക്കേറ്റ് ജനറലില്ലേ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിലെ, അവിടെ കീഴിൽ എത്രയോ പ്രഗത്ഭമതികളായ വക്കീലന്മാർക്ക് കേരള ഗവൺമെൻറ് ജനങ്ങളുടെ നികുതി പണം കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റുന്നു. എന്തേ അവരൊന്നും പോരാ, ഡൽഹിയിൽ നിന്ന് അതും BJPയുമായി ബന്ധമുള്ള ഈ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഈ കേസ് വാദിച്ച് പരാജയപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇത് പീതാംബരനെ ഒന്ന് തല്ലിയ കേസാണെങ്കിൽ 24 പ്രതികൾ പ്രതിസ്ഥാനത്ത് വരേണ്ട കാര്യമില്ലല്ലോ. 14 പേരെ കൺവിക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 2 ചെറുപ്പക്കാരായ പിള്ളേരെ കൈകാര്യം ചെയ്യാൻ പീതാംബരന് 2 പേരും മതിയല്ലോ. അതാണോ ഇവിടെ നടന്നത്? അതിനിഷ്ഠൂരമായ കൊലപാതകം, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വെട്ടിയിരിക്കുന്നത് അത് പിന്നെ A2യും A3യുടെയും മൊഴി വളരെ കൃത്യമായി കുറ്റസമ്മത മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ പറഞ്ഞത്, ഞാൻ ഈ ചോര വരുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. 2 പേര് എക്സ്ട്രാ ജുഡീഷ്യൽ ഇത് കൊടുത്തിട്ടുണ്ട്, കൺഫെഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഡോക്ടറോടാണ് നടത്തിയത്. ആ ഡോക്ടറുടെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അടക്കം ഈ കേസിൽ വലിയ തെളിവായി മാറിയില്ലേ? ആലോചിക്കണം. അതുകൊണ്ട് ഇതൊരു കേവലം ഒരു തല്ലുകേസായി ചിത്രീകരിക്കരുത്. ഇത് ബോധപൂർവം ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയ ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് കിട്ടേണ്ടവന് അർഹമായി കിട്ടിയിട്ടുണ്ട്. അതിലുള്ള മറുപടി അനിൽകുമാർ തന്നെ പറയട്ടെ.